കെപിസിസിയിൽ സമഗ്ര അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ് നീക്കം. പുതിയ അധ്യക്ഷനെ അടുത്ത മാസം നിയോഗിക്കാനാണ് തീരുമാനം. ഹൈക്കമാൻഡിന്റെ ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. അതേസമയം ഐക്യം ലക്ഷ്യമിട്ട് ഡൽഹിയിൽ വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പങ്കെടുത്തേക്കില്ല. അഹമ്മദാബാദിൽ ഏപ്രിലിൽ നടക്കുന്ന AICC സമ്മേളനത്തിന് മുൻപായി KPCC പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനം. കെ സുധാകരനെ വിശ്വാസത്തിലെടുത്ത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, കെ മുരളീധരൻ എന്നിവരുടെ പേരുകളാണ് സജീവ പരിഗണനയിൽ. അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യമുന്നയിച്ചെങ്കിലും മല്ലികാർജ്ജുൻ ഖാർഗെ കൈയൊഴിഞ്ഞു. ഹൈക്കമാൻഡ് നീക്കത്തോട് കെ സുധാകരന്റെ പ്രതികരണം ഇങ്ങനെ: AICCക്ക് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് എന്നെ മാറ്റുന്നതാണെങ്കിൽ ആ മാറ്റൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു പരാതിയുമില്ല. മുല്ലപ്പള്ളി, VM സുധീരൻ, കെ സുധാകരൻ എന്നിവർ ഓരോ സമുദായത്തിൽ നിന്നുള്ളവരാണെങ്കിലും തിരുവിതാംകൂറിലെയും സമുദായ സംഘടനകളുടെയും പിൻബലം അവർക്കില്ലെന്ന് അടൂർ പ്രകാശ് വാദിക്കുന്നു. 10 DCC അധ്യക്ഷന്മാരെ മാറ്റി പുതിയവരെയും നിയോഗിക്കും. മുല്ലപ്പള്ളി ഇടഞ്ഞു നിൽക്കുന്നത് നേതൃത്വത്തിന് പുതിയ വെല്ലുവിളി സൃഷ്ടിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ ഐക്യമുണ്ടാക്കാൻ KPCC പ്രസിഡന്റിനെ മാറ്റേണ്ടതില്ലെന്ന് ശശി തരൂർ പറഞ്ഞു. KPCC പ്രസിഡന്റ് മാറ്റെന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത ഒരു ഇല്ലോജിക്കാണ്. എനിക്ക് ഇങ്ങനെ ഒരു മാറ്റത്തിൽ ഒരു യോജിപ്പുമില്ല. അദ്ദേഹം മുന്നോട്ട് തന്നെ പോട്ടെ. പക്ഷെ വേറെ വഴിക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അദ്ദേഹത്തിന്റെ ഒപ്പം. എല്ലാ പാർട്ടികളും മുന്നണിയെ ശക്തിപ്പെടുത്താൻ തയ്യാറാകണമെന്നും തെരഞ്ഞെടുപ്പിന് ഇനി അധികം സമയമില്ലെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. തിരുവനന്തപുരം ബ്യൂറോക്കൊപ്പം മീഡിയ 1 ഡൽഹി.